ഒന്നാമത്തെ ചോദ്യം, വേടൻ പരിപാടി നമ്മുടെ നാടിന് ഗുണകരമാണോ? വേടൻ അങ്ങനെ ഒരു നാമധേയത്തിൽ വളരെ പ്രശസ്തനായി കൊണ്ടിരിക്കുന്നു. വിവാദം വന്ന സമയത്ത് നമ്മുടെ യുവജനങ്ങൾക്ക് ഇതെന്ത് പറ്റി എന്ന ഒരു അടിക്കുറിപ്പോടെ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ പറയേണ്ടിയിരുന്ന പരിപാടിയിൽ വേടൻ വന്നില്ല. അതില് ആകെ റെസ്റ്റ്ലെസ് ആയിട്ട് യുവജനം ബഹളം വയ്ക്കുന്നതിന്റെ ഒരു വീഡിയോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊരു സ്വാധീനമാണ് വേടന്. സ്വാമി അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ വിവാദം വരുന്നവരെ പാട്ടുകളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് പാട്ട് കേട്ട് നോക്കി. ഏതായാലും അത് ഉണർത്തിവിടുന്ന ആവേശം ആദർശാധിഷ്ഠിതമല്ല. അതുകൊണ്ട് തന്നെ നാടിന് ആപത്താണ് എന്ന് പറയാതെ വയ്യ. അദ്ദേഹം ഏത് വിഷയമാണോ സന്ദേശമാണോ മുന്നിൽ വയ്ക്കുന്നത്, അതിന്റെ പിറകിലുള്ള ഉദ്ദേശശുദ്ധി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇനി ഇവിടെ ജാതി വിവേചനം ഉണ്ടായിരിക്കട്ടെ, അത് പരിഹരിക്കാൻ വേടന് സാധിക്കുമോ? ജാതി വിവേചനം ഉണ്ട് എന്ന് നമ്മൾ ആരംഭിക്കുന്നതിലൊക്കെ പല നോട്ടക്കുറവുകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഉണ്ട് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ വേടന് സാധിക്കുമോ? വേടൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നു? ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം, അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഭൗതിക നേട്ടങ്ങൾ, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ദരിദ്രനെയോ അവഗണിക്കപ്പെട്ടവരെയോ ഒന്നും വാസ്തവത്തിൽ പ്രതിനിധാനം ചെയ്യുന്നില്ല. പിന്നെ ആ സൗന്ദര്യം ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ പ്രശസ്തനാവാനും ഒക്കെയാണ് ഉദ്യമിക്കുന്നത്. മറ്റൊരു അപകടമുള്ളത്, അദ്ദേഹത്തിന്റെ രചനകളെയും ഗാന ആലാപനത്തെയും ഒക്കെ സ്വാധീനിക്കുന്നത് ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയാണ് എന്ന് പറയാൻ വയ്യ. എന്നെ മാതൃകയാക്കരുത് എന്ന ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉന്മാദാവസ്ഥയിൽ ആണ് കുതിക്കുന്നത്, അതാണ് പാടുന്നത്. സംഗീതവും സാഹിത്യവും അതുപോലെ മറ്റ് കലകളും ഒക്കെ വികസിച്ചു വന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഭാരതീയമായ രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് കാലത്ത് അതിവിടെ സൂചിപ്പിക്കണ്ടായി. ഇവിടെ നാദ ഉപാസന ബ്രഹ്മസാക്ഷാത്കാരത്തിന് സഹായകമാണ്, സംഗീതോപാസന ബ്രഹ്മസാക്ഷാത്കാരത്തിന് സഹായകമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ആത്മാവുമായിട്ട് സഹിതഭാവത്തിൽ അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് സഹിതഭാവത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സാധനാ വ്യവസ്ഥയാണ്. അങ്ങനെയൊക്കെ ആഴമുള്ള ഒരു ആദർശാധിഷ്ഠാനം ഉണ്ടായിരിക്കവേ ഈ ഉപരിപ്ലവ ആവേശങ്ങൾ അത് നാടിന് നന്മ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് യുവജനം ആകൃഷ്ടമായിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നേടാൻ
നമുക്കിത് സഹായിക്കുന്നുണ്ട്. ഓസ്കാർ അവാർഡ് ലഭിച്ച റസൂൽ പൂക്കുട്ടി തന്നെയാണല്ലേ കുഴപ്പം? പൂക്കുട്ടി, റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയിൽ ദൂരദർശനാണ് സംഘടിപ്പിച്ചത്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് വളരെ ഉചിതമായിട്ടുണ്ട്. അദ്ദേഹം പ്രിപ്പയർഡ് ആയിട്ടായിരുന്നില്ലേ വന്നിരുന്നത്. ചോദ്യങ്ങൾ വരുന്ന മുറയ്ക്ക് അങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു ക്രമമായിരുന്നു. പക്ഷെ നന്നായി. അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, അത് പതിവ് ചോദ്യം, വേദിയിലേക്ക് വിളിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? റസൂൽ പൂക്കുട്ടി പറഞ്ഞത് അവിടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റിൽ നിന്ന് എണീക്കുന്നത് മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് അനുവദിച്ചത് 3 മിനിറ്റാണ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ പേര് വിളി കഴിഞ്ഞാൽ നിങ്ങൾ എണീക്കുന്നതോടെ കൗണ്ട് ഡൗൺ തുടങ്ങി. അത് കഴിഞ്ഞ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അനുവദിച്ച സമയം കഴിഞ്ഞാൽ മൈക്ക് തനിയെ ഓഫാവും. എടുത്തേ, അടുത്ത ഒരു വാചകത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, അത് നിങ്ങളോട് പറയാതിരിക്കുന്നത് എങ്ങനെ എന്ന് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം അനുഭവപ്പെട്ടു. പെട്ടെന്ന് ബ്ലാങ്ക് ആയതുപോലെ. അങ്ങനെ അദ്ദേഹം വേദിയിൽ വന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം വളരെ പ്രസിദ്ധമായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഓങ്കാരത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയത് ശബ്ദമിശ്രീകരണത്തിൽ. ശബ്ദത്തിന്റെ സകല സാധ്യതകളും ആവിഷ്കൃതമാകുന്നത്, അനാവൃതമാകുന്നത്, അൺഫോൾഡ് ചെയ്യപ്പെടുന്നത് ഈ ഓങ്കാരത്തിൽ നിന്നാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഓങ്കാരത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ ആ, ഉ, മ എന്ന 3 മാത്രകളുണ്ട്. അതിനേക്കാൾ പ്രധാനം അതിന് ഒരു അമാത്രയുണ്ട്. അമാത്ര എന്നത് ലളിതമായ അർത്ഥത്തിൽ നിശബ്ദതയാണ്. ശബ്ദമിശ്രീകരണത്തിന്റെ വിസ്മയം തീർത്ത റസൂൽ പൂക്കുട്ടിക്ക് പ്രചോദനമായത് ഓങ്കാരമാണ്, അതിലെ നിശബ്ദതയാണ്. അവിടെ പിന്നീട് കുറച്ച് വിവാദമായി. ഒരു വശത്ത് വേടൻ, മറുവശത്ത് റസൂൽ പൂക്കുട്ടി എന്ന് സ്വാമി അവതരിപ്പിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ഈ ഒരു ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന സംഗീത നൃത്താദികളിൽ നിന്ന് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ, അങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെയൊക്കെ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ പഠിക്കണം. അതിനവരെ നമുക്ക് പ്രേരിപ്പിക്കാം. രസവികൽപ്പം എന്ന ഒരു പരിപാടി സംഗീത നാടക അക്കാദമിയും ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തത്തോടുകൂടി രസവികൽപ്പം എന്ന് പറഞ്ഞൊരു പരിപാടി പണ്ട് കോഴിക്കോട് വന്ന സമയത്ത്, അന്ന് സ്വാമി ചിന്മയ മിഷനിലായിരുന്നു. അപ്പം ചിന്മയ വിദ്യാലയത്തിൽ അതിന് വേദി ഒരുക്കാൻ തീരുമാനിച്ചു. 10-12 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും അങ്ങനെ തീരുമാനിച്ചു. ഈ രസവികൽപ്പം പരിപാടിയിൽ ഒരു വിശേഷ വസ്തുത എന്താണെന്ന് വെച്ചാൽ, പകല് അവർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒരുക്കും. വൈകുന്നേരം പല പ്രസൻറ്റേഷൻസും ഉണ്ടാവും. ഒപ്പം തന്നെ ഏതെങ്കിലും ഉജ്ജ്വല കലാകാരൻ്റെ ആവിഷ്കാരം ഉണ്ടാവും. അപ്പം ഇതിന് കുട്ടികളെ വേണം.
ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികളെയും മറ്റു കുട്ടികളെയും ഒക്കെ വിളിച്ചു. അപ്പോൾ ഓരോന്നിനും ഇത്ര കുട്ടികളെ വേണമെന്ന് അവർ പറയും. അതനുസരിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കരുത്. കൂടിയാട്ടത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി 50 കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 50 കുട്ടികളെ ഒരുക്കി കൊടുത്തു. ഇവർക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു യങ്സ്റ്ററാണ് വന്നത് തൃപ്പൂണിത്തുറയിൽ നിന്ന്. അപ്പോൾ സ്വാമിക്ക് വേറെ ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവിടെ ചെന്ന് സെഷനിലിരിക്കും. കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ സെഷനിൽ വലിയൊരു നിശബ്ദതയായിരുന്നു. വളരെ നിർമ്മാണാത്മകമായ സർഗാത്മകമായ നിശബ്ദത. വൈകുന്നേരം ഈ കുട്ടികളുടെ പ്രകടനം ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ പഠിപ്പിച്ചതിൻ്റെ ആവിഷ്കാരം. എന്താ ആകെ പഠിപ്പിച്ചതെന്നറിയാമോ? ഒരാന വരുന്നു, കുളിക്കുന്നു, മണ്ണൊക്കെ എടുത്ത് ദേഹത്തിലിടുന്നു, എന്നിട്ട് പോയി കിടക്കുന്നു. ഇത് കൂടിയാട്ടത്തിൽ എങ്ങനെ? ആനയുടെ അളവിനെക്കുറിച്ച് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു തോത് കൂടിയാട്ടത്തിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് സംവദിച്ചു. നിശബ്ദതയായിരുന്നു. കേട്ടില്ലേ? കുട്ടികളെ അടക്കിയിരുത്തുക എന്നുള്ളത് ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമത് അവരിത് ശ്രദ്ധിക്കണം. അവരിത് ഉൾക്കൊള്ളണം. ഏതായാലും ആ സമർത്ഥനായ യുവാവിനത് സാധിച്ചു. കുട്ടികളിത് രസിക്കില്ല എന്ന് ആര് പറഞ്ഞു? നമ്മൾ കൊടുത്തു നോക്കിയിട്ടില്ല. കേട്ടില്ലേ? കഥകളിയേക്കാൾ ആഴമുള്ള ഒരു കലയാണ് കൂടിയാട്ടം എന്ന വാദമുണ്ട്. വിവാദത്തിലേക്ക് സ്വാമി പോകുന്നില്ല. കഥകളിയിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഡെമോൺസ്ട്രേഷൻ സെഷൻ വെച്ച സമയത്തെ മറ്റ് ശൃംഗാരാദി ഭാവങ്ങളൊക്കെ പ്രകാശിപ്പിച്ചു, രസങ്ങളൊക്കെ പ്രകാശിപ്പിച്ചു. ഒടുവിൽ ശാന്തത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ കലാകാരൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ ശാന്തം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അധ്യാപകൻ പറഞ്ഞ കാര്യം ഞാൻ പറയാം. അത് കണ്ണുകൾ ചത്ത മീനിന് തുല്യം വർത്തിക്കണം. കണ്ണ് തുറന്ന് പിടിച്ച് അകത്തേക്ക് നോക്കണം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മറ്റ് രസ ആവിഷ്കാരങ്ങളെക്കാൾ കുട്ടികൾ കൈയടിച്ചത് ശാന്തത്തിനാണ്. ശാന്തരസം അവതരിപ്പിച്ചപ്പോഴാണ് കുട്ടികൾ കൈയടിച്ചത്. ഈ ആസ്വാദന ശേഷി നമ്മുടെ കുട്ടികൾക്കില്ലേ? അവർ ഈ വേടൻ്റെയും കാടൻ്റെയും ഒക്കെ തുള്ളിയാട്ടത്തിനും ബഹളം വെക്കലിനും കൈയടിച്ചു പോകുന്നത് ഇത് കൊടുക്കാത്തതുകൊണ്ടല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലാസിക്കൽ കലകൾ, അതിൽ ആസ്വാദന ശേഷി കുട്ടികളുടെ ഉള്ളിലുള്ളത് ഉണർത്താൻ മനസ്സിരുത്തിയാൽ വേടൻ എന്ന അപകടം അതിക്രമിക്കാൻ സാധിക്കും. വേടൻ്റെ ഒരു എന്താ പറയുക, ജീവിത വൃത്തിക്ക് വേണ്ടി ചെയ്തോട്ടെ. പക്ഷെ ആൾ മൈക്കെടുത്ത് അതിനൊരു എന്താ പറയുക ആദർശം പറയുമ്പോൾ അത് ആത്മാർത്ഥമാവേണ്ടതുണ്ട്. ഏതോ ഒരു അവഗണിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ വാചകടിക്കുന്നിടത്ത് ആത്മാർത്ഥതയില്ല. ചില്ലുമേടയിൽ ഇരുന്നിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഉത്തരം ഉപകാരമായി എന്ന് വിചാരിക്കട്ടെ.